പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 38-ാം വാക്യം. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, യേശു കർത്താവിനെ ദേവാലയത്തിൽ അമ്മയപ്പന്മാർ കൊണ്ടുവന്നപ്പോൾ അവിടെ കാത്തിരുന്ന രണ്ടുപേരിൽ ഒരാളാണ് ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകി. 84 വയസ്സുള്ള തീരെ പടുവൃദ്ധയായിരിക്കുന്ന ഒരമ്മ. യേശുവിനെ കാണുവാൻ വേണ്ടി നാളുകളും നാഴികകളും ഒക്കെ പിന്നിട്ട്, ദിവസങ്ങൾ പിന്നിട്ട് കാത്തിരുന്ന ഒരു പ്രവാചകി. യേശു കർത്താവിനെ കണ്ടപ്പോൾ അടുത്ത് ചെന്ന്, ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ദൈവത്തെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, നാം വാസ്തവത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തുള്ളൂ, നമുക്ക് സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ. ദൂരെ നിന്നല്ല നമ്മൾ കർത്താവിനെ വണങ്ങേണ്ടത്, ദൂരെ നിന്നല്ല നമ്മൾ കർത്താവിനെ ആരാധിക്കേണ്ടത്, മറിച്ച് നാം ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. ഹന്ന അതാണ് ചെയ്തത്. അവൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ വേണ്ടി വർഷങ്ങൾ മാസങ്ങൾ കാത്തിരുന്ന ഒരു പ്രവാചകിയായിരുന്നു. നമ്മൾ കാത്തിരിക്കാറുണ്ടോ? നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾപ്പാൻ ആഗ്രഹിക്കാറുണ്ടോ? നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും, നമുക്ക് സംതൃപ്തി തരും. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു എന്നാണ്. അപ്പം ഇതിൻ്റെ അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യേശു കർത്താവിൻ്റെ അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, യേശു കർത്താവിനെ സ്തുതിപ്പാൻ നമുക്കും ഇടവരട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അതിനനുസരിച്ച് ക്രമീകരിച്ച് നമ്മൾ യേശു കർത്താവിൻ്റെ അടുക്കൽ നിൽപ്പാൻ യോഗ്യരാണോ എന്ന് പരിശോധിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അങ്ങയോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.